Yes, Bindu. Good afternoon. Yes, Harsha TV. Good afternoon. Yes. Let us start. Okay. അപ്പോ H18 ക്ലാസ് കഴിഞ്ഞു. ഇനി അടുത്തത് കഴിയാൻ പോണത് ആരിലേക്കും? നിങ്ങളുടെ യെസ്. H18 ഫിനിഷ് ആയി. സോ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് റിപ്പോർട്ടഡ് സ്പീച്ചിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അങ്ങനെ ഡിസ്കസ് ചെയ്തപ്പോ നമ്മൾ പറഞ്ഞത് ഓരോ ടെൻസുകളും വരുമ്പോൾ എങ്ങോട്ടാണ് മാറ്റുന്നത് എന്നുള്ള കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പൊ അതില് ജസ്റ്റ് ഒന്ന് പറയുകയാണ്, സിമ്പിൾ പ്രസന്റ് ആവുമ്പോൾ അതിന് സിമ്പിൾ പാസ്റ്റിലേക്ക് മാറ്റണമെന്ന് പറഞ്ഞു. സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ അതിനെ പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് മാറ്റണമെന്ന് പറഞ്ഞു. സിമ്പിൾ ഫ്യൂച്ചർ ആണെങ്കിൽ അതിനെ കണ്ടീഷണൽ ഫോമിലേക്ക് മാറ്റണമെന്ന് പറഞ്ഞു. ഇനി പ്രസന്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ അതിനെ പാസ്റ്റ് കണ്ടിന്യൂസിലേക്ക് മാറ്റണമെന്ന് പറഞ്ഞു. ഇത്രയും വരെയാണ് നമ്മൾ പറഞ്ഞ് നിർത്തിയത്. ഇനി നമുക്ക് അടുത്ത ഒരു ടെൻസ് നോക്കിയാണ് അത് എന്താണ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. ഒരു സെന്റൻസ് നമ്മൾ പറഞ്ഞിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആ സെന്റൻസ് ഇതാണ്. She said ഇനി ഇവിടെ കോമന്റ് ഏതാണ്? I was reading a book. Okay. She said I was reading a book. അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഇൻവെർട്ടർ കോമയിൽ വന്നിരിക്കുന്ന I was reading a book എന്ന് പറയുന്ന ആ സെന്റൻസ് ഏത് ടെൻസിന്റെ ഫോമിൽ വരുന്നതാണ്? I was reading a book എന്ന് പറയുന്നത് ഏത് ടെൻസിന്റെ ഫോമിൽ വരുന്നതാണ്? പാസ്റ്റ് കണ്ടിന്യൂസ്. വെരി ഗുഡ് കാവ്യ, കറക്റ്റ് ആണ്. കാരണം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയതാണ്, പ്രസന്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ അതിനെ എങ്ങോട്ട് മാറ്റിയത്? പാസ്റ്റ് കണ്ടിന്യൂസിലേക്ക് മാറ്റിയത്. ഇനിയിപ്പോ ഇവിടെ അങ്ങനെയല്ല, തന്നിരിക്കുന്ന വാചകം തന്നെ ഏതാണ്? പാസ്റ്റ് കണ്ടിന്യൂസ് ആണ്. അങ്ങനെ ഇഫ് ദ ഗിവൺ സെന്റൻസ് ഈസ് പാസ്റ്റ് കണ്ടിന്യൂസ്, അത് മാറ്റി എഴുതേണ്ടത് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്ന ടെൻസിലേക്കാണ്. പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്ന ടെൻസിലേക്ക്. പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ അതിന്റെ സ്ട്രക്ചർ വെറുതെ നമ്മളൊന്ന് ഓർത്തിരിക്കുക. സബ്ജക്റ്റ് ഉണ്ടാവും, ഹാഡ് ഉണ്ടാവും, ബീൻ ഉണ്ടാവും, വെർബ് പ്ലസ് ING. ഇതാണ് സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് ബീൻ പ്ലസ് വെർബ് പ്ലസ് ING. ഇതാണ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്ന ടെൻസിന്റെ സ്ട്രക്ചർ. ഇതിന്റെ അകത്തേക്കാണ് മാറ്റിയത്. ഓർത്തിരിക്കുക, സിമ്പിൾ പ്രസന്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ പാസ്റ്റ് കണ്ടിന്യൂസിലേക്ക് മാറ്റുക. പാസ്റ്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ അതിനെ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലേക്ക് മാറ്റിയത്. സബ്ജക്റ്റ് ഹാഡ് ബീൻ വെർബ് ING. അപ്പൊ ഇനി അവിടെ നോക്കിയേ, ഈ സെന്റൻസ് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? She said I was reading a book. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? She told that she had been reading a book. She had been reading a book. കിട്ടിയാലോ? പാസ്റ്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലേക്ക് മാറ്റിയത്. ഓക്കെ, അപ്പൊ നമുക്ക് അങ്ങനെയുള്ള ഒന്നിന്റെ വാചകങ്ങൾ നോക്കാം. യെസ്, എനിക്കോളൂ. He said ഇൻവെർട്ടർ കോമയില് she was eating. She was eating
Her breakfast. Her breakfast. Yes. She said, inverted comma, she was eating her breakfast. Okay, Kavya. Very good, very good, very good. Okay, Harsha, correct. Yes, correct. Okay, Archana, correct. Next one, next sentence. She said. She said. Okay, Bindu Satyam, correct. She said. I was hoping, H-O-P-I-N-G, hoping to meet, M-E-E-T, meet him. I was hoping to meet him. Yes, very good. Yes, Kavya, correct. Harsha TV, correct. We'll see, correct. Archana, correct. Further, they said, they said, inverted comma, we were preparing, we were preparing cake for, C-A-K-E, cake for Christmas celebration. Christmas celebration. Christmas celebration. We were preparing cake for Christmas celebration. Yes, Kavya.
Okay, Harsha. Okay, Bindu Satyan. Yes. Okay, Binsi. Yes, അപ്പൊ ഇത് നമുക്ക് വളരെ എളുപ്പമായിട്ട് തോന്നുന്നുണ്ട്, കൃത്യമായിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഹർഷ TV. ഹർഷ. Yes. How are you? Yes. മൈക്ക് ഓൺ ആക്കാൻ പറ്റില്ല. ഹലോ സർ. ഓക്കെ, വെരി ഗുഡ്. ഞാൻ ഒരു മലയാളം പറയാണ്, അതിന്റെ ഒരു ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ പറയാം. താങ്കൾക്ക് വിരോധമില്ലെങ്കിൽ എന്നെ ഒന്ന് സഹായിക്കാമോ? ഇംഗ്ലീഷിൽ പറഞ്ഞേ. താങ്കൾക്ക് വിരോധമില്ലെങ്കിൽ എന്നെ ഒന്ന് സഹായിക്കാമോ? ആരോടെങ്കിലും ഒരാളോട് പറയുന്നതിന്റെ ഒരു ഘട്ടം വന്നെന്ന് വിചാരിക്കുക. താങ്കൾക്ക് വിരോധമില്ലെങ്കിൽ എന്നെ ഒന്ന് സഹായിക്കാമോ? അവിടെ വിരോധമില്ലെങ്കിൽ എന്ന് വരുന്ന സ്ഥലങ്ങളിലെല്ലാം ഇത് ഉപയോഗിക്കുന്നു. ഇഫ് യു ഡോണ്ട് മൈൻഡ് എന്ന് വേണ്ടത് ഇഫ് യു ഡോണ്ട് മൈൻഡ്. വിരോധമില്ലെങ്കിൽ ഇഫ് യു ഡോണ്ട് മൈൻഡ് പ്ലീസ് ഹെൽപ്പ് മീ. ഇഫ് യു ഡോണ്ട് മൈൻഡ് മൂവ് എ ലിറ്റിൽ. വിരോധമില്ലെങ്കിൽ കുറച്ചങ്ങോട്ട് നീങ്ങിയിരിക്കാമോ? അപ്പൊ ഹർഷ സ്വന്തമായിട്ട് ഇഫ് യു ഡോണ്ട് മൈൻഡ് വെച്ചിട്ട് വേറൊരു വാചകം പറഞ്ഞു. ഇഫ് യു ഡോണ്ട് മൈൻഡ് വരുന്ന വേറൊരു വാചകം ഓരോരുത്തരും ഇങ്ങനെ ആലോചിച്ച് വെച്ചോണ്ട. ഇഫ് യു ഡോണ്ട് മൈൻഡ് If you don't mind my take for my pen. കേട്ടില്ല. ഇഫ് യു ഡോണ്ട് മൈൻഡ് ഒരു സെക്കൻഡ് ബാക്കി കേട്ടില്ല. Take for my pen. If you don't mind. Take for my pen. പെൻ ഒന്ന് എടുക്കാമോ? അങ്ങനൊന്നും ചോദിക്കാൻ പറ്റില്ലേ? ഇഫ് യു ഞാൻ പറഞ്ഞു വരുന്നത് ഇഫ് യു ഡോണ്ട് മൈൻഡ് കഴിഞ്ഞപ്പോൾ ടു ചേർക്കേണ്ട കാര്യമില്ല. എന്ത് പറയുന്നു? ഇഫ് യു ഡോണ്ട് മൈൻഡ് പ്ലീസ് ഗിവ് മീ യുവർ പെൻ എന്നാക്കാം കേട്ടാ. മൈ പെൻ അങ്ങോട്ട് കൊടുക്കാം, യുവർ പെൻ എന്നാക്കാം കേട്ടാ. ഇഫ് യു ഡോണ്ട് മൈൻഡ്. ഇപ്പൊ ഒരാൾ നുണ പറയരുത്, അപ്പൊ അയാളോട് നിങ്ങൾ പറയാം വിരോധമില്ലെങ്കിൽ സത്യം പറ. ഇഫ് യു ഡോണ്ട് മൈൻഡ് പ്ലീസ് ടെൽ ദി ട്രൂത്ത്. സത്യം പറയുക. ഓക്കെ, കറക്റ്റ്. ഓക്കെ, കാവ്യ. ഇഫ് യു ഡോണ്ട് മൈൻഡ് വെച്ചിട്ടൊരു വാചകം പറഞ്ഞു. ഇഫ് യു ഡോണ്ട് മൈൻഡ് പ്ലീസ് ക്ലോസ് ദ ഡോർ. ഇഫ് യു ഡോണ്ട് മൈൻഡ് പ്ലീസ് ക്ലോസ് ദ ഡോർ. വൺ മോർ, ഒന്നുകൂടി. ഇഫ് യു ഡോണ്ട് മൈൻഡ് പ്ലീസ് ടേക്ക് ദാറ്റ് ബുക്ക്. ഇഫ് യു ഡോണ്ട് മൈൻഡ് പ്ലീസ് ടേക്ക് ദാറ്റ് ബുക്ക്. കറക്റ്റ് ആണ്. വെരി ഗുഡ്. സുധീഷ, വേറൊന്നും പറഞ്ഞേ. If you don't mind, can you sing a song? If you don't mind, can you sing a song? Yes, അടുത്തത്. If you don't mind, can you help me in studying? Yes, can you help me in studying? Okay, അവിടെ നിൽക്കട്ടെ. അപ്പൊ ഇവിടെ നമ്മൾ
ഇഫ് യു ഡോണ്ട് മൈൻഡ് എന്ന് പറഞ്ഞ ഒരു പൊളൈറ്റ് വേർഡാണ് ഉപയോഗിച്ചത്. ഇഫ് യു ഡോണ്ട് മൈൻഡ്, വിരോധമില്ലെങ്കിൽ. അപ്പൊ നമുക്കിനി ബിന്ദു സത്യൻ. ബിന്ദു സത്യൻ. യെസ്. അർച്ചന. യെസ്. Then Vinci. Sir. ഓക്കെ. അപ്പൊ നമ്മൾ ഇവിടെ ഒരു പൊളൈറ്റ് ആയിട്ട് ഇപ്പൊ യാത്ര ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ വേറെ സന്ദർഭങ്ങളിൽ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു വേർഡാണ് ഇഫ് യു ഡോണ്ട് മൈൻഡ്. ഇഫ് യു ഡോണ്ട് മൈൻഡ്. അപ്പൊ ഇഫ് യു ഡോണ്ട് മൈൻഡ് പോലെ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന പൊളൈറ്റ് ആയിട്ടുള്ള റിക്വസ്റ്റ് പറയാൻ പറ്റുന്ന വേർഡാണ് വുഡ് യു പ്ലീസ്. ഏതാണ്? വുഡ് യു പ്ലീസ്. വുഡ് യു പ്ലീസ് എന്ന് പറയുന്നതും ഇഫ് യു ഡോണ്ട് മൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഏതാണ്ട് സെയിം പോലെ, വിരോധമില്ലെങ്കിൽ വുഡ് യു പ്ലീസ്, ദയവായി. അപ്പോ തിരിച്ച് വുഡ് യു പ്ലീസ് വരുന്ന ഒരു സെന്റൻസ് പറഞ്ഞ വേണ്ട, ഞാൻ സന്ദർഭം പറയാം. പിൻസിയുടെ കയ്യിൽ വാച്ചില്ല, സമയം അറിയണം. വാച്ച് ഉള്ള ഒരാളോട് വുഡ് യു പ്ലീസ് വെച്ചിട്ട് സമയം എത്രയെന്ന് ചോദിച്ച് Would you please tell the time? Would you please tell the time? Yes. അത് ഒന്നും കൂടി ഭംഗിയാക്കാം. Would you please tell me what the time is? എത്രയാണ് സമയം? യെസ്. ഓക്കെ. വേറെ ഒന്നും പറഞ്ഞു. Would you please tell me? Would you please വെച്ചിട്ട് അപ്പോ ട്രെയിനിൽ യാത്ര ചെയ്യാണ്, ഒരാളിങ്ങനെ ഇരിപ്പുണ്ട്, അയാളൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിരുന്ന ബിൻസിക്കും കൂടി അവിടെ ഇരിക്കാം. അപ്പൊ അദ്ദേഹത്തോട് പറയുന്നു കുറച്ച് അതൊക്കെ നീങ്ങിയിരിക്കാമോ, അല്പം നീങ്ങാമോ? ഇംഗ്ലീഷ് പറഞ്ഞു. Would you please move little? മൂവ് എ ലിറ്റിൽ എന്ന് പറയണം. ലിറ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നെഗറ്റീവ് ആണ്. എ ലിറ്റിൽ. വുഡ് യു പ്ലീസ് മൂവ് എ ലിറ്റിൽ. യെസ്. ഇനി അടുത്തത്, ബിൻസ് ഒരു സ്ഥലത്ത് പോകുന്നത് ഹോസ്പിറ്റലിലേക്കാണ് പോകുന്നത്. ആ ഹോസ്പിറ്റൽ എവിടെയെന്ന് അറിയില്ല. അപ്പൊ ഒരാളോട് ചോദിക്കുകയാണ് വുഡ് യു പ്ലീസ് വെച്ചെന്ന് ചോദിച്ചു. Would you please tell me where is the hospital? Yes, where is the hospital? കറക്റ്റ് ആണ്. ആ ഈസ് അവിടെ നിന്ന് മാറ്റിയിട്ട് ലാസ്റ്റ് വെച്ച് പറഞ്ഞാൽ കുറച്ചുകൂടി ഭംഗിയാണ്. പറഞ്ഞേ. Would you please tell where the hospital is? അതാണ് സ്റ്റൈൽ. Where is the hospital എന്നല്ല, where the hospital is. Would you please tell me where the hospital is? എവിടെയാകുന്നു? യെസ്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ വിൻസി. Then ഹർഷ. ഹർഷ. സർ. ഓക്കെ. അപ്പോ ഹർഷ ചോദിക്കുകയാണ് ഇതേപോലെ വുഡ് യു പ്ലീസ് വെച്ച് പറയണേ, എവിടെയാണ് പോസ്റ്റ് ഓഫീസ് എന്ന് ചോദിച്ചു. എവിടെയാണ് പോസ്റ്റ് ഓഫീസ്? എവിടെയാണ് പോസ്റ്റ് ഓഫീസ് എന്ന് ഒരാളോട് ചോദിക്കുകയാണ്. ചോദിക്കും. വുഡ് യു പ്ലീസ് വെച്ച് പറ. Would you please tell me where is the post office? Where is the? ആ ഈസ് കൊണ്ടത് ലാസ്റ്റ് പറഞ്ഞേ. മനസ്സിലായില്ല സർ. ആ ഈസ് ഇല്ല, ഈസ്. ആ ഈസ് ഏറ്റവും ലാസ്റ്റ് പറയും. അങ്ങനെ ഒന്ന് പറഞ്ഞു. Where the post office is. അങ്ങനെ പറയാൻ പറ്റുമോ? ഒന്ന് ഭംഗിയിൽ വേറെ പറഞ്ഞു. Would you please tell me where the post office is? Very good, very good. Correct. Would you please tell me where the post office is? Very good. ഹർഷ സാരി വാങ്ങാൻ വേണ്ടി തുണിക്കടയിൽ ചെന്നിരിക്കുകയാണ്. ടെക്സ്റ്റൈൽ അവിടെയുള്ള സെയിൽസ് ഗേളിനോട് ചോദിക്കുകയാണ് സാരി സെക്ഷൻ എവിടെയാണ്? സാരി സെക്ഷൻ എവിടെയാണ് ചോദിച്ചത്. Would you please tell me
Where the sari section is. Very good. Would you please tell me where the sari section is? Is. Very good, very good. Okay. Yes. Kavya. Yes, sir. Yes. എവിടെയാണ് കാവ്യയുടെ നാട്? Where is your place? Palakkad. പാലക്കാട്. യെസ്. അപ്പൊ തൃശ്ശൂർ നിൽക്കുകയാണ് കാവ്യ. തൃശ്ശൂര് KSRTC ബസ് സ്റ്റാൻഡിലാണെന്ന് വിചാരിക്കുക. അപ്പൊ ചോദിക്കുകയാണ്, പാലക്കാട്ടേക്കുള്ള അടുത്ത ബസ് എത്ര മണിക്കാണ്? ഇൻഫർമേഷൻ സെന്ററിൽ ചെന്ന് ചോദിക്കുകയാണ്, പാലക്കാട്ടേക്കുള്ള അടുത്ത ബസ് എത്ര മണിക്കാണ്? അത് വുഡ് യു പ്ലീസ് ചോദിക്കുക. ഒരു നമ്മൾ ചോദ്യം ചോദിക്കല്ലേ, അപ്പൊ ഒരു ബഹുമാനം കൊടുത്ത് ചോദിക്കുക. പാലക്കാടേക്കുള്ള ബസ്സിന് സമയം പറയടാ എന്ന് പറഞ്ഞാൽ അവർ പറയൂ ഇല്ല. അപ്പൊ ഒന്ന് പൊളൈറ്റ് ആയിട്ട് ചോദിക്കും, വുഡ് യു പ്ലീസ് വെച്ചിട്ട് ചോദിക്കണം, പാലക്കാട്ടേക്കുള്ള അടുത്ത ബസ്സിന്റെ സമയം എന്താണ്? Would you please tell me when? Would you please tell me? Would you please tell me when the next bus to Palakkad? When the next bus? ഓ, അവിടെ ചെറിയൊരു കല്ല് കടിക്കണില്ലേ പറഞ്ഞപ്പോ? ഒന്നുകൂടി അത് ആ വശം എഡിറ്റ് ചെയ്ത്. Would you please tell me what time is the next bus to Palakkad? Would you please tell me what time is the next bus to Palakkad? Yes. Okay. Then അടുത്തത് ഇതേ സംഗതി തന്നെയാണ്. പാലക്കാട് എന്നുള്ള ഞാനൊന്ന് മാറ്റി ബാംഗ്ലൂരായി. യെസ്, പറഞ്ഞോളൂ. ബാംഗ്ലൂർക്കുള്ള അടുത്ത ട്രെയിൻ എപ്പോഴാണ്? ഇൻഫർമേഷൻ. Would you please tell me what time the next train to Bangalore? Bangalore. Very good. Yes. പരീക്ഷ എന്താണ്? കൂട്ടുകാരിയോട് ചോദിക്കുകയാണ്, പരീക്ഷ എന്താണ്? പരീക്ഷ ഡേറ്റിൽ പിൻസി മറന്നുപോയി. അപ്പൊ പരീക്ഷ ഡേറ്റ് എന്താണ് ചോദിച്ചു? Would you please tell me what? Would you please tell me? എത്രയും പഴയ കറക്റ്റാ. Would you please tell me what date എന്ന് ചോദിക്കാൻ പറ്റുമോ സർ? What date is The next. exam? Yes, okay. ഇനി അപ്പൊ പരീക്ഷ എന്താണെന്ന് ചോദിച്ചു. ഇനി ഒന്ന് മാറ്റി പിടിക്കണം. പരീക്ഷ ഏത് ദിവസമാണ്? തിങ്കൾ ടു ഞായറിലെ ഏത് ദിവസമാണ്? പരീക്ഷ ഏത് ദിവസമാണ്? മാറ്റി പഠിച്ചു. Would you please tell me which day the exam is? What day is the What? exam? Yes. What day? Yes. അപ്പൊ എക്സാമിനേഷൻ ആക്കാം, അല്ലെങ്കിൽ ഇന്റർവ്യൂ ആക്കാം. അതൊക്കെ നമ്മൾ അതുപോലെ സൗകര്യം പോലെ ആക്കാം. യെസ്. അടുത്തത് അപ്പൊ ഇവിടെ നമ്മള് 2-3 നോക്കി. ഇഫ് യു ഡോണ്ട് മൈൻഡ് നോക്കി, വുഡ് യു പ്ലീസ് നോക്കി. ഇനി വേറൊരു കൺസ്ട്രക്ഷൻ കൂടി ഉണ്ട്. നമുക്ക് ചെയ്യുന്നതിൽ വിരോധമുണ്ടോ എന്ന് ചോദിക്കുന്ന പോലെ. അപ്പോ വുഡ് യു കഴിഞ്ഞിട്ട് മൈൻഡ്, വുഡ് യു മൈൻഡ്, പിന്നെ വെർബ് അതിന്റെ കൂടെ ഈച്ച്. അപ്പൊ നമുക്ക് പറയാം, വുഡ് യു മൈൻഡ് മൂവിങ് എ ബിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാണ്. വുഡ് യു മൈൻഡ് മൂവിങ് എ ബിറ്റ്.
ഇഫ് യു ഡോണ്ട് മൈൻഡ് പോലെ അല്ലട്ടത്. ഇഫ് യു ഡോണ്ട് മൈൻഡ് കഴിഞ്ഞാൽ പിന്നെ ഐ വരില്ല. പക്ഷെ വുഡ് യു മൈൻഡ് കഴിഞ്ഞാൽ ഐ ഫോം ഉപയോഗിക്കാം. യെസ്, സുധീഷ, വുഡ് യു മൈൻഡ് പിന്നെ വെർബിന്റെ കൂടെ ഐ ചേർക്കുന്ന ഒരു വാചകം പറഞ്ഞ്. നേരത്തെ ചോദിച്ചില്ലേ അല്പം നീങ്ങിയിരിക്കാമോ എന്നുള്ളത്, വുഡ് യു പ്ലീസ് മൂവ് എ ലിറ്റിൽ എന്നുള്ളത് വുഡ് യു മൈൻഡ് മൂവിങ് എ ലിറ്റിൽ എന്നാണ്. എന്താണ് വുഡ് യു പ്ലീസ്, വുഡ് യു മൈൻഡ് മൂവിങ് എ ലിറ്റിൽ. അതുപോലെ വേറൊരു വാചകം, Would you mind helping me in planting? യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. യു മൈൻഡ് ഹെൽപ്പിംഗ് മീ. വേറെ ഒന്നും പറഞ്ഞേ. Would you mind coming with me to temple? യെസ്, ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ. ബിൻസി, വേറൊരു വാചകം ഞാൻ പറയുന്നു. ഇതൊക്കെ നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന വാചകം. ഇത് കൂടാതെ വുഡ് യു ചേർക്കാതെ, വുഡ് യു മൈൻഡ് ചേർക്കാതെ നമുക്ക് വേണമെങ്കിൽ സബ്ജക്റ്റ് കഴിഞ്ഞിട്ട് പ്ലീസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആരംഭിക്കാം. സബ്ജക്റ്റും പ്ലീസും. ഇപ്പോ എനിക്ക് ബിൻസിയോട് പേര് ചോദിക്കണം. അപ്പൊ എനിക്ക് വേണമെങ്കിൽ ചോദിക്കാം വാട്ട് ഈസ് യുവർ നെയിം, വാട്ട് ഈസ് യുവർ നെയിം. അപ്പൊ ആ വാട്ട് ഈസ് തുടങ്ങുന്നത് അറിയാം. ബാക്കി പറയണ്ടത് യുവർ നെയിം പ്ലീസ്. യുവർ നെയിം പ്ലീസ്. നേരത്തെ സമയം ചോദിച്ചപ്പോ നീണ്ട വാചകം വരും. അത് തന്നെ വേണമെങ്കിൽ ടൈം പ്ലീസ്. ഓക്കെ. താങ്കളുടെ റൂം നമ്പർ തരും. ഇംഗ്ലീഷിൽ പറഞ്ഞു. Room number, please. റൂം നമ്പർ പ്ലീസ്. അതോളൂ. യെസ്. ഇനി ബിൻസി ചായ കുടിച്ചോണ്ടിരിക്കണം. പക്ഷെ ചായക്ക് മധുരമില്ല. അപ്പൊ അത് വെയിറ്ററോട് പറയണം ലേശം പഞ്ചസാര വേണം. ലേശം പഞ്ചസാര വേണം. ഞാൻ പറയൂല, ആ ചായ കുടിക്കും അല്ലെ. ലേശം പഞ്ചസാര വേണം. അവിടെ നമ്മൾ ഉപയോഗിക്കേണ്ടത് എ ബിറ്റ് ഓഫ്. എന്താ എ ബിറ്റ് ഓഫ്. എ ബിറ്റ് ഓഫ് ഷുഗർ പ്ലീസ്. എ ബിറ്റ് ഓഫ് ഷുഗർ പ്ലീസ്. ഇനി വേറൊന്നും പറയുന്നു. തിയേറ്ററിൽ നിൽക്കുകയാണ്, 2 ടിക്കറ്റ് വേണം. 2 ticket, please. യെസ്, വെരി ഗുഡ്, കറക്റ്റ് ആണ്. 2 ടിക്കറ്റ് പ്ലീസ്. യെസ്. ഒരു ചായ വേണം. A tea, please. A tea, please. അത് മതി. പ്ലീസ് ഗിവ് മീ, വുഡ് യു ഗിവ് മീ എ ടീ എന്നൊക്കെ ചോദിക്കാണ്ട് ഇങ്ങനെയും പറയാം. അത് സന്ദർഭോചിതമായിട്ട് എന്താണോ വേണ്ടത് അതനുസരിച്ച് ഉപയോഗിക്കാം. ഇനി ബിൻസിയാണ് വിളമ്പി കൊടുത്തുകൊണ്ടിരിക്കണമെന്ന് വിചാരിക്കും. അപ്പോ ആ ഇരുന്ന ഗസ്റ്റിനോട് ബിൻസി ചോദിക്കുകയാണ് ഇനി എന്തെങ്കിലും വേണോ, ഇനി എന്തെങ്കിലും വേണോ. Anything, please. Anything more? പ്ലീസ്. Anything. മോർ കൂടി ചേരണം. എനിത്തിങ് മോർ പ്ലീസ്. എനിത്തിങ് മോർ പ്ലീസ്. ഇനി എന്തെങ്കിലും വേണം. എനിത്തിങ് മോർ പ്ലീസ്. യെസ്. ഓക്കെ. അപ്പൊ അത് 2-3 സ്പോക്കൺ ഇംഗ്ലീഷില് നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളാണ്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞത് മാത്രമാണ്. ഓക്കെ. Yes.
let us come to some vocabulary questions. ഇത് നമ്മൾ പൂർത്തിയാക്കിയത് പാസ്റ്റ് കണ്ടിന്യൂസ് നമ്മൾ നോക്കിയിട്ടുണ്ട് കേട്ടോ. Yes, now I am going to ask you some questions. You have to answer. അപ്പോൾ നിങ്ങളുടെ ആൻസറിന്റെ ഫസ്റ്റ് ലെറ്റർ ദാറ്റ് ഈസ് കെ, കൈറ്റ്. കെ, കൈറ്റ്. ചോദ്യം ഇതാണ്: to capture somebody by force, usually to get money. Sudisha, Harsha, Bindu. Sudisha, Harsha, Bindu. Correct answer, no? The answer is kidnap. Correct answer. Yes, a Japanese method of self-defense using hands, arms, and feet. Sudisha, Archana, അതിന്റെ ഇടയിൽ ആരായിരുന്നു? സുധീഷ, അർച്ചന, ഹർഷ അല്ലേ? യെസ്, ഓക്കെ. ശരിയാണ്. അപ്പോ വേറൊരെണ്ണമുണ്ട്, കുംഫു. കുംഫു എന്ന് പറയുമ്പോൾ ജപ്പാനീസ് അല്ല, ചൈനീസ് ആണ്. അത് ചൈനീസ് ആണ്. കരാട്ടയാണ് ജപ്പാനിയുടെ. അടുത്തത് a cutting instrument with a long blade and a handle. Harsha, Binsi, Sudisha. Harsha, Binsi, and Sudisha. Correct answer, knife. Correct answer is okay. Bindu Satyan, the answer is knife. அடுத்தது, a room where food is prepared and cooked. Sudisha, Kavya, Bindu Satyan. Sudisha, Kavya, and Bindu Satyan. Correct answer. Yes, very good. Yes. அடுத்தது, a large animal that lives in Australia and hops, HOPs. Kavya, Bindu, Satyan, Sudisha. Kavya, Bindu, Satyan, and Sudisha. Correct answer ആണ്. Correct answer ആണ് kangaroo. Yes. അടുത്തത്, a chess, CHESS, a chess piece. പീസിന്റെ സ്പെല്ലിംഗ് അടുത്തിട്ടില്ല ഹർഷ, വേറൊരു സംഗതി കൂടിയുണ്ട്. a chess piece shaped like a horse. Sudisha, Harsha, Archana. Sudisha, Harsha, Archana. ഇങ്ങുണ്ട്, പക്ഷെ ഷേപ്പ് ലൈക്ക് എ ഹോഴ്സ് എന്ന് പറയുമ്പോ നൈറ്റ്, KNIGHT. യെസ്, ഓക്കെ. അടുത്തത്, a toy, TOY, toy made of light frame. A toy made of light frame covered with paper that helps it fly. Covered with paper. Binsi, Harsha,
Bindu Satya. Binsi, Harsha, and Bindu Satya. Correct answer, kite. The answer is correct. Very good, very good, very good. அடுத்தது 1000 meter 1000 meter equals Sudisha, Harsha, Kavya. Sudisha, Harsha, Kavya. Yes. The answer is kilometer. Yes. Another. The Fury, F-U-R-R-Y, Australian animal that looks like a small bear. An Australian animal that looks like a small bear. B-E-A-R. Oh, അതല്ലല്ലോ സുധീഷ. Yes. Australian animal that looks like a small bear. ആ വേർഡിന്റെ കൂടെ ബിയർ എന്നുള്ള വാക്കും കൂടി ഉണ്ട്. ആ വേർഡ് കഴിഞ്ഞിട്ട് ഒരു ബിയർ എന്നും കൂടി ഉണ്ട്. Yes. Yes, Harsha, correct answer. Harsha, Sudisha, Vinci. Harsha, Sudisha, Vinci. Correct answer, correct answer. Polar bear. அடுத்தது. A man who has been crowned, C-R-O-W-N-E-D, crowned ruler of a kingdom. Sudisha, Harsha, Bindu Satya. Sudisha, Harsha, and Bindu Satya. Your answer is right. That is king. അടുത്തത് ഒരു ഇംഗ്ലീഷ് മീനിങ് ആണ്. അതിന്റെ വൺ വേർഡ് നിങ്ങൾ പറയുക. ഹെൽപ്ഫുൾ ആൻഡ് ഫ്രണ്ട്ലി. കാവ്യ, ഹർഷ, ബിന്ദു സത്യ. കാവ്യ, ഹർഷ ആൻഡ് ബിന്ദു സത്യ. യെസ്, കറക്റ്റ് ആൻസർ ആണ്. ദാറ്റ് ആൻസർ ഈസ് കൈൻഡ്. അടുത്തത് എ ജോയിന്റ്, J-O-I-N-T, in your finger. A joint in your finger. Yes, Sudisha, very good. Harsha, Bindu Satya. Sudisha, Harsha, and Bindu Satya. Yes. Nako. Yes. Very good, Harsha. அடுத்தது. To stand on your knees. K-N-E-E-S, knees. To stand on your knees. And one word for it. Yes, Sudisha, Bindu Satyan, Harsha. Sudisha, Bindu Satyan, and Harsha. Neeli. Okay. Correct answer. Okay, Harsha, correct answer.
അടുത്തത് ചോദ്യത്തിന്റെ ഉത്തരത്തിന്റെ ഘടന മാറുകയാണ്. ചോദ്യത്തിന്റെ ഉത്തരത്തിന്റെ ലാസ്റ്റ് വേർഡ്, ഫസ്റ്റ് വേർഡ് അല്ല, ലാസ്റ്റ് വേർഡ് എൽ എന്നായിരിക്കണം. ആൻസറിന്റെ ലാസ്റ്റ് വേർഡ് എൽ, ലേണിംഗ്. ഓക്കെ, ലാസ്റ്റ് വേർഡ് കേട്ടോ, ഫസ്റ്റ് വേർഡ് അല്ല, ലാസ്റ്റ് വേർഡ്. ചോദ്യം ഇതാണ്, ഒരു മീനിങ് ആണ്. A clear mineral like glass. A clear mineral like glass. Yes, Sudisha, very good. Sudisha, Bindu Satyan, Asha. Sudisha, Bindu Satyan, Asha. Crystal clear. Yes. ഞാൻ നിങ്ങൾ പറയാനായിട്ട് വൈകി കഴിഞ്ഞപ്പോ ആ ക്ലിയറിന്റെ മുന്നിൽ ചേർത്താൽ മതി കറക്റ്റ് കിട്ടുന്ന വേർഡാണെന്ന് പറയാൻ പോയപ്പോഴും ക്രിസ്റ്റൽ കയറി വന്നു. അടുത്തത് ഓപ്പോസിറ്റ് ഓഫ് physical. Opposite of physical. Sudisha, Harsha, Bindu Satyan. Sudisha, Harsha, Bindu Satyan. Okay, Archana, correct answer, correct answer. അടുത്തത് എ റോൾ, ROLL കേട്ടോ, ROLL, റോൾ ഓഫ് പാർച്ച്മെന്റ്, PARCHMENT, എ റോൾ ഓഫ് പാർച്ച്മെന്റ് യൂസ്ഡ് ടു റൈറ്റ് ഓൺ, WRIT, റൈറ്റ് ഓൺ. എ റോൾ ഓഫ് പാർച്ച്മെന്റ്, PARCHMENT യൂസ്ഡ് ടു റൈറ്റ് ഓൺ. Yes, Kavya, very good. Kavya, Harsha, Archana. Kavya, Harsha, Archana. Very good, very good, very good. Scroll. Correct, very good. ഞാൻ പറയുന്നതെന്ന് വിചാരിച്ചല്ലോ. Yes. അടുത്തത് a country in South America. A country in South America. Yes, Sudisha. വരാനില്ല അല്ലേ? അർച്ചന, ഹർഷ. സുധീഷ, അർച്ചന, ഹർഷ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അടുത്തൊരു മീനിങ് ആണ്, എന്റെ വൺ വേർഡ് നിങ്ങൾ പറയുക. എ ഹൈലി ഇൻഫ്ലെയിമബിൾ ലിക്വിഡ് യൂസ്ഡ് ഇൻ കാർ, അല്ലെങ്കിൽ കാർസ്, CARS. ഹൈലി ഇൻഫ്ലെയിമബിൾ. സുധീഷ, ഹർഷ, സുധീഷ, ഹർഷ, അർച്ചന. സുധീഷ, ഹർഷ, അർച്ചന. ഓയിലിനേക്കാൾ നല്ലത് പെട്രോളോ അല്ലെങ്കിൽ ഡീസലോ പറഞ്ഞാൽ മതി. യെസ്. അടുത്തത് ഒരു വൺ വേർഡ് ആണ്, മീനിങ് ആണ് ഞാൻ പറയുന്നത്. നിങ്ങൾ എന്റെ വൺ വേർഡ് പറയാം. എ പേഴ്സൺ ഹു ഹാസ് committed a crime. Who has committed a crime.
Yes, Sudisha, Vinci, Harsha. Sudisha, Vinci, and Harsha. Yes, correct. Correct. Bindu Satyan, Archana correct. That is Kramini. Correct answer. ഇനി ഞാൻ ഒരു മീനിങ് എന്നോട് പറയുന്നത് എന്റെ വൺ വേർഡ് നിങ്ങൾ പറയാം ഇംഗ്ലീഷിലുള്ള. എ സ്ലാൻഡിങ്, SLANDING, a slanting line. A slanting line. A slanting line. Okay, Kavya, correct. Slanting ആണ്. Kavya, Harsha, Vinci. Kavya, Harsha, slanting. മറ്റേ സ്ട്രൈറ്റ് അല്ല. Kavya, Harsha, Archana. Kavya, Harsha, Archana. Yes, slanting ചെയ്യുന്നത്. അപ്പോ ഡയഗണൽ ആണ്. യെസ്, ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഞാൻ ഉത്തരം വൈകി കഴിഞ്ഞപ്പോ മാത്തമാറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട് ചിന്തിക്കുന്ന പറയാനായിട്ട് പോയതായിരുന്നു. യെസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സിമ്പിൾ ആണ്. ദ ഹെഡ് അഡ്മിനിസ്ട്രേറ്റർ ഓഫ് എ സ്കൂൾ. The head administrator, Kavya, Harsha വന്നിട്ടില്ല കേട്ടോ. ഹർഷ, ബിന്ദു സത്യൻ. Kavya, Harsha, and Bindu Satyan. Yes. Okay, Sudisha, the answer is principal. Another. A cascade, CASCADE, of water falling from a height. Falling from a height. HTH. Sudisha, Kavya, Harsha. Sudisha, Kavya, Harsha. Correct answer ആണ്. The answer is waterfall. Correct answer ആണ്. അടുത്തത്. A game played by bouncing a ball. A game played by bouncing a ball over a net. Over a net. Over a net. Sudisha. Bindu Satyan, Archana. Sudisha, Bindu Satyan, and Archana. Yes, over a net വരുമ്പോൾ വോളിബോൾ ആയി. നെറ്റിന്റെ മുകളിലൂടെ പോകുന്നതല്ലേ, അപ്പൊ അത് വോളിബോൾ ആയി. യെസ്. അടുത്തത്. ആ പോയിന്റിനെ പറയുന്ന പേര് എന്ന് പറഞ്ഞാൽ ടു റീച്ച് to a point where water bubbles. To reach a point where water bubbles. Sudisha, Archana, Harsha. Sudisha, Archana, and Harsha. Yes, boiler. The answer is boil. Another. The shape of an egg.
ബിൻസി, ഹർഷ, സുധീഷ. ബിൻസി, ഹർഷ ആൻഡ് സുധീഷ. കറക്റ്റ് ആൻസർ ആണ്. ദ ആൻസർ ഈസ് ഓവൽ ഷേപ്പ്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ അവസാനിപ്പിക്കാം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സമയമായി 3. യെസ്, ശക്തമായ പോയിന്റുകളാണ് ഈ പ്രാവശ്യം കിട്ടിയേക്കുന്നത്. യെസ്, ഓക്കെ. അപ്പോ ബിൻസിക്ക് 5 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. 5 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. അർച്ചനക്ക് 8 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. 8 പോയിന്റ്. അതുപോലെ തന്നെ കാവ്യക്കും കിട്ടിയിട്ടുണ്ട് 8 പോയിന്റ്. 2 പേർക്കും 8 പോയിന്റ് വീതം ലഭിച്ചിട്ടുണ്ട്. ബിന്ദു സത്യന് 12 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. 12 പോയിന്റ്. ഓക്കെ. ആൻഡ് യു സെക്യൂർഡ് 3rd പൊസിഷൻ. ഓക്കെ, ബിന്ദു സത്യൻ. അടുത്തത് സുധീഷക്ക് 2nd പൊസിഷൻ കിട്ടിയിട്ടുണ്ട്. യു ഗോട്ട് 20 പോയിന്റ്. വ്യക്തമായ മാർജിനാണ്. 20 പോയിന്റ്. ഹർഷയ്ക്കാണ് ടോപ്പ് കിട്ടിയിരിക്കുന്നത്. യു ഹാവ് ഗോട്ട് 22. Okay, we will meet in the next class. Okay, bye. Okay, Harsha.